യെസ് മാഡം, ക്യാൻ ഐ ഹെൽപ്പ് യു? ഓ ഷുവർ. നോക്കി കണ്ട് പെരുമാറിയ ഒരു 100 രൂപ വീഴും. ആർ യു കാശ്മീരി മാഡം? അല്ല. ഓ മലയാളിയാണല്ലേ? എങ്കിൽ കൊച്ചിയോ തൃപ്പൂണിത്തറയോ ആയിരിക്കും. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര നിറം കാണും. തമ്പുരാട്ടിയല്ലേ? പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട് മാഡം. ഐ എം എ പോർട്ടർ കം ഗൈഡ്. ആന്റണി വണ്ടി എടു. മാഡം കാരണം അതെ, ഇത് അടങ്കല്ലാണ്. പൈസയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കരുത്. ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. ആ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. നനകുട്ടി, മാഡം ഇത് നാരായണൻകുട്ടി, എന്റെ സ്വന്തം ആളാ. അതെ ഇത് നന്ദിനി തമ്പുരാട്ടി, തൃപ്പൂണിത്തറ കോവിലകത്തെ ഇതുപോലെ 3-4 ഹോട്ടലുകളുടെ ഉടമസ്ഥയാ. അതെ, എനിക്ക് ഈ ഹോട്ടലിൽ റൂം വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ റൂം വേണം. അയ്യോ, ഇവിടെ സൂട്ടൊന്നും ഒഴിവില്ലയോ? അങ്ങനെ പറയല്ല നാരായണൻകുട്ടി. മാഡത്തിനോട് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ റൂം വഴി. അവർ പുറത്ത് കറങ്ങാൻ പോയിരിക്കും. വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കും. നാരം പ്ലീസ് ആ ലോഞ്ചിലോട്ട് തിരിക്കും. റൂം ശരിയാണോ? അത് മതി, അത് മതിയല്ലേ? അത് മതി മാഡം, അങ്ങോട്ടിരിക്കാം. ഇവിടെ വലിയ പ്രയാസമാണ് റൂം കിട്ടാൻ. പക്ഷെ മാഡത്തിനോട് ഇഷ്ടപ്പെടും. ഓൾ ഫെസിലിറ്റീസ്, ഹെൽത്ത് ക്ലബ്, സ്വിമ്മിംഗ് പൂൾ, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ, വണ്ടർഫുൾ റെസ്റ്റോറൻറ്റ്സ്, 24 hours സർവീസ്. ആ കൗണ്ടർ നിൽക്കുന്നവരെ വെട്ടിച്ചാ നമുക്ക് റൂം തന്നത്. നല്ല ഡീസന്റ് കക്ഷിയാ നാരായണൻകുട്ടി. വെരി ഗുഡ് ജെന്റിൽമാൻ. മാഡം എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇനി എന്റെ സർവീസ് ഒന്നും ആവശ്യമില്ല. റൂം ഉടനെ കിട്ടും. അല്ല, എന്റെ ഒരു തൊഴിലും വരുമാനവും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. ഒരു എന്തെങ്കിലും അല്ല അല്ല ഇത് പോരെ? അയ്യോ മതി മതി. ഞാൻ നാളെ വേണമെങ്കിൽ വരാം. നാരായണൻകുട്ടി, മാഡത്തിന് റൂം എടുക്കാൻ കൊടുക്കട്ടെ? 82 രൂപയിലെ തരാനുള്ളത്. 100 രൂപയുണ്ട്. ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ലാതെ നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്. അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ നമ്മുടെ 2 വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലേ. മുഖവും ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചൊവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപടപട. അല്ല, നീ കേൾക്കണം. നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, would you like to share some nice time with me and we'll go and enjoy the pan, we'll come back and we'll share. എന്ന് വെച്ചാ ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ എത്ര കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കിലാ. അവൾ എന്നോട് പറയാണ്, hey handsome, I am going to take you with me. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഒരു 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, സ്വീറ്റ് ഡ്രീം.
അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? ആ, അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ വരിക. എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടളിയാ. നീ എന്നെ നന്നായിട്ട് ഇത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, ആഹാ. നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് യു ആർ എ പര യച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ ആന്റണി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ, സീ യു. ഇതിൽ മുഴുവൻ എന്താ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസിനെ വിളിച്ചില്ല. ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് വെക്കാം. കൈ കാശുമല്ല ഇരിപ്പുണ്ട. എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും നിനക്ക് തന്നില്ലേ? എട്ടനുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണൻകുട്ടി, എടോ ഇവർക്ക് മുഴുത്ത വട്ടാ. കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചിറക്കോട്ട് പോടോ. നാരായണൻകുട്ടി, താൻ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണ്ട. അഞ്ഞൂറ് ഉലുവയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, 3-4 കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മയുടെ ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. ഞാനല്ല ഇതൊന്നും പറഞ്ഞു. അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. തത്തമ്മയുടെ ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈല ഭ്രാന്തി.
ഒരു അണ്ണൻ ഒന്ന് പിടിച്ചു തരൂ. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, എന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു തരൂ. എന്റെ കാശിതാ, ഞാൻ പോയിക്കോളാം. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചു തന്നെ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മോളിലോട്ട് നോക്കി കുറെ വായി വലിച്ച് കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതും ഉണ്ടോ? രാവിലെ ഒരു കോവർ കഴുതിയാ കണി കണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന എന്റെ വെള്ളാരം കല്ലും പെട്ടി എല്ലായിട്ടും ഈ നാശാക്കി. കല്ലും മണ്ണും ചോക്ക വേറെ ആളെ നോക്കണം. എന്റെ കയ്യിലിരുന്ന കാശെല്ലാം തട്ടിപ്പറിച്ച് എന്റെ പെട്ടി തറയിലിട്ട് പൊട്ടിച്ച് എന്നെ ചീത്ത പറയുന്നു. എന്റെ കാശ് ഇപ്പൊ തിരിച്ചതാ, ഞാൻ പോയിക്കോളാം. വേണ്ട വേണ്ട, പോകണ്ട പോകണ്ട പോകണ്ട. മക്കളെ കരയണ്ട. ചേട്ടൻ എല്ലാം വാരിയിട്ട് ഇപ്പൊ തരാം, എല്ലാം വാരിയിട്ട് തരാം. കരയണ്ട കേട്ടാ. അയ്യോ, ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.